ആയിഷ മരിച്ചതിനെ പറ്റിയുണ്ട് ഈ പലരും പല രീതിയിൽ പറയുന്നുണ്ട്. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഇതേ കണക്ക് ബഷീർ ഇതേ കണക്ക് ഓണം ആഘോഷ പരിപാടി പങ്കെടുക്കണമെന്ന് പറഞ്ഞ് പോകാൻ നിന്നപ്പോൾ ആയിഷ വേണ്ടെന്ന് പറയുകയാണ് ചെയ്തത്. സോ എന്നിട്ടും ഉണ്ടെങ്കിൽ ഇതേ കണക്ക് അവൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇതേ കണക്ക് ആത്മഹത്യ ചെയ്ത സംഭവം നടന്നതെന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. അതേ സമയത്തുണ്ട് ഈ ബന്ധുക്കൾ പറഞ്ഞൊരു കാര്യം അങ്ങനെയൊന്നും അല്ല, വേറെ എന്തോ കാര്യങ്ങൾ സംഭവിച്ചെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് നടന്നതെന്നുള്ളൊരു കാര്യം വെളിയിൽ വന്നിരിക്കുകയാണ്. ഇതേ കണക്കൊണ്ട് ഈ ആയിഷയുടെ കൂട്ടുകാരി ഉണ്ടെങ്കിൽ തൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ ഓരോരോ രീതിയിൽ വിശദീകരിച്ച് അതൊരു ചാനൽ ഇതേ കണക്ക് ഇപ്പോൾ വന്നിട്ടുമുണ്ട്. അദ്ദേഹം തുറന്നു പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിൽ യഥാർത്ഥത്തിൽ നടന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളില്ല. യഥാർത്ഥത്തിൽ അവരുടെ ഇടയിൽ മൂന്നാമതൊരാളുണ്ടായിരുന്നു. ഇതേ കണക്കൊണ്ട് ഈ ബഷീറിന് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. അതും ഈ ബഷീർ ഉണ്ടെങ്കിൽ ഒരു ജിമ്മിലാണ് ട്രെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കോച്ചായിട്ടുള്ളത്. സോ അവിടുത്തെ തന്നെ വേറൊരു ട്രെയിനർ ഗേളുമായിട്ടാണ് ഇതേ കണക്കുണ്ടായ ഒരു ബന്ധമുള്ളത്. ഇത് അറിഞ്ഞുകൊണ്ടാണ് പല കാര്യങ്ങളും കുറേ നാളായിട്ട് പ്രശ്നങ്ങളായിട്ട് പൊയ്ക്കൊണ്ടേ ഇരുന്നതാണ്. ഇടയ്ക്കുണ്ടായി ആയിഷ പലവട്ടം ഈ ബന്ധത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ നോക്കുമ്പോഴല്ല ഇതേ കണക്ക് എവനാണ് ചെന്നിട്ടുണ്ടെങ്കിൽ കാല് പിടിക്കുകയും എന്നിട്ട് തിരിച്ച് ബന്ധത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. അതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിരിക്കുന്നത്. സോ എന്താണ് യഥാർത്ഥത്തിൽ അന്ന് നടന്നതെന്ന് ഇതുവരെ ഒന്നും അറിയാൻ സാധിച്ചില്ല. സോ പലരും പല കഥയാണ് പറയുന്നത്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതിന് സത്യം മുഴുവൻ അവൻ പറഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. എന്തായിരുന്നാലും ശരി, അവരുടെ ജീവിതത്തിൻ്റെ ഇടയിൽ മൂന്നാമതൊരാൾ വന്നിട്ടുണ്ടെന്ന് മാത്രം അറിയാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്നാണ് ഈ സംഭവങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നതും.